നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നുള്ളത് കൂർഗിലാട്ടോ. കൂർഗില് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വിന്റേജ് കാർ മ്യൂസിയം ഉണ്ട്. നമുക്കിത് മൈസൂരുണ്ട്, പക്ഷെ മൈസൂരുള്ളത് വേറെയാണ്, ഇതും വേറെയാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ദീ കാണുന്ന കേട്ടോ ഇവിടുത്തെ കാർ മ്യൂസിയം. ഒരു വിന്റേജ് കാർ മ്യൂസിയം എന്ന് പറഞ്ഞൊരു ഇതാണ്. പക്ഷെ നല്ല എന്താ പറയാ, കുറച്ചധികം കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മടിക്കേരി ഭാഗത്തേക്ക് പോകും. ഈ നമ്മുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത് നേരെ നമ്മുടെ വിരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂർ, അവിടെ നേരെ വിരാജ്പേട്ട വന്നിട്ട് വരുന്ന വഴിയാണ്. ഇവിടെ വിരാജ്പേട്ട ഏകദേശം ഒരു 25 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഈ കാർ മ്യൂസിയത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മെയിൻ റൂട്ടിൽ നിന്ന് നമ്മൾ ആ ലെഫ്റ്റിലോട്ട് ഇറങ്ങി പോകുന്നു. ലെഫ്റ്റിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു 500 മീറ്ററോളം ഉള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊക്കെ ഷോക്ക് കേട്ടോ, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഞാനാണെങ്കിൽ വന്ന വണ്ടിയാണെങ്കിൽ ഇവിടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ അടി ഇടിക്കോ എന്നുള്ള പേടി കൊണ്ടോട്ടോ ഞാൻ ഈ വഴി പോകുന്നത്. എന്തായാലും കംപ്ലീറ്റ് ഓഫ് റോഡാണ്. അപ്പോൾ വരുന്നവര് ഒന്ന് നോക്കിയും കണ്ടൊക്കെ വരിക. ചെറിയൊരു രീതിയിലുള്ള ഓഫ് റോഡാണ്. വഴി കണ്ടിട്ടാണെങ്കിൽ പേടിയായിട്ടും അവർക്ക് കുറച്ച് അഡ്വഞ്ചറാന്ന് തോന്നുന്നു വഴി കണ്ടിട്ട്. നമ്മളിപ്പോൾ ഓണ വഴിക്ക് ഫുള്ളും കാപ്പിത്തോട്ടങ്ങളാട്ടോ. കാപ്പിത്തോട്ടം, കുരുമുളകും അങ്ങനത്തെ കാര്യങ്ങളാട്ടോ. അപ്പുറത്ത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഫുള്ളായിട്ട് കാപ്പിത്തോട്ടം, കുരുമുളകാണ്. അതിന് നടുക്കേ കൂടെയാണ് നമ്മൾ ഈ കാർ മ്യൂസിയത്തിലേക്ക് പോകണം കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 9 മണി ആയിട്ടുള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ മാത്രമേ ഈ വഴിക്ക് ഇപ്പോൾ മ്യൂസിയം കാണാൻ വന്നിട്ടുള്ളൂ എന്നാട്ടോ എനിക്ക് തോന്നണേ. ഞാനാണെങ്കിൽ ചുറ്റുപാടും നോക്കിയിട്ടാണ് പോണേ. കാരണം ഈ വഴിക്ക് വേറെ വണ്ടികളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ചുറ്റിനും കാപ്പിത്തോട്ടങ്ങളാട്ടോ ഈ വഴിക്ക്. കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ വഴിക്ക് കയറി പോരുന്നത്. ഉണ്ടല്ലോ, ഈ വഴി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഈ ബുൾജെറ്റിന്റെ സഫാരി ഈ വഴിക്കാണ് കയറിപ്പോകുന്നത്. ഞാൻ ആ വീഡിയോ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങടേക്ക് വരുന്നത് തന്നെ. ചെറുതായിട്ട് കാപ്പിത്തോട്ടന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കണം കേട്ടോ. ഇതിന്റെ ചാർജ് വരുന്നത് എൻട്രി ഫീസ് ആയിട്ട് ഒരു 100ഉം പിന്നെ ഒരു ക്യാമറ ചാർജ് ഒരു 30 വരും ചാർജ് വരും കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ കാർ മ്യൂസിയം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടക്കാനുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നില്ല കേട്ടോ ഇതൊരു കാർ മ്യൂസിയം ആണെന്ന്. പക്ഷെ സത്യം പറയാലോ, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ കാർ മ്യൂസിയത്തിൻ്റെ ഉൾവശം. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇതിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വേറെ തന്നെ കേട്ടോ. നമ്മൾ പണ്ട് മൂവീസിലെല്ലാം കണ്ടിരുന്ന എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഈ കാണുന്ന വണ്ടിയാണ് എൻ്റെ ഫേവററ്റ്. ഈ ബീറ്റിൽ എന്ന് പറഞ്ഞ വണ്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഹെർബി ഫുള്ളിലോഡ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടോ ഈ വണ്ടിയുടെ വലിയ ഫാനായത്. ഈ കിടക്കണ വണ്ടി മിസ്റ്റർ ബീൻ്റെ വണ്ടി പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൂടാണ്ട് ആ നീല കളർ വണ്ടി എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ വണ്ടിയാണ്. കാപ്പല്ലയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വണ്ടികൾ ഉണ്ടാവുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരുപക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത പല വണ്ടികളും ഞാൻ ഈ കാർ മ്യൂസിയത്തിൽ കണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് വാഗൻ്റെ മറ്റേ വാൻ, പിന്നെ ആദ്യത്തെ സ്കൂട്ടർ, ബൈക്ക്, പിന്നെ ഇവിടെ ഉള്ള വണ്ടികളിൽ പല വണ്ടികളുടെയും പേരൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന വണ്ടികളുടെ പേര് മാത്രം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്ന വണ്ടിയൊക്കെ നോക്കി എന്ത് ക്യൂട്ടല്ലേ കാണാൻ വേണ്ടി. ഏകദേശം നമ്മുടെ CID മ്യൂസിയത്തിലെ വണ്ടിയൊക്കെ പോലെ ഉണ്ട്. ഈ കാണുന്നൊരു കിഡിലം വില്ലീസാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞോട്ടോ പറയാനായിട്ട്. കിഡിലം വണ്ടിയാണ്. പിന്നെ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. മേ ബി ചിലതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, ബട്ട് ചിലത് വർക്കിംഗ് കണ്ടീഷൻ അല്ലാന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ. എന്തായാലും നല്ല കിടിലം മ്യൂസിയം കേട്ടോ. അപ്പോൾ ഇനി കൂർഗിലേക്ക് വരുന്നവർ ഈ മ്യൂസിയം മറക്കാണ്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്, പക്ഷെ പല കാറുകളും എനിക്ക് തോന്നുന്നു മെയിൻറ്റൈൻഡ് അല്ല, റണ്ണിങ് കണ്ടീഷനിലാണ്. എന്നാലും കുഴപ്പമില്ല, ഇതേപോലുള്ള കണക്ഷൻ കാണാൻ പറ്റുന്നതാണ് വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും ഒന്ന് വന്നു നോക്കുക, വിസിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരും. ടിൽ ദെൻ ബൈ.